ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു റേവ്സ് വ്ലോഗ്സ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ 7 ഡേയ്സ് ഓഫ് ഹെയർ കെയർ ചലഞ്ചിൻ്റെ ആക്ച്വലി 4, 5 ആൻഡ് 6th ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇത് 6ാമത്തെ ദിവസമാണ്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് കാടും ഇതൊക്കെ കാണുന്നതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ചെമ്പരത്തി ചെടിയാണ്. ഇത് നമ്മുടെ അപ്പൂപ്പൻ്റെ വീട്ടിലെ പറമ്പാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയപ്പോൾ നമുക്ക് ഒരു അടുക്ക് ചെമ്പരത്തിയും അല്ലാത്ത 5 ഇതളുടെ നമ്മുടെ ഹെയറിൽ അപ്ലൈ ആക്കുന്ന ടൈപ്പ് ഓഫ് ചെമ്പരത്തി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് തന്നെ കുറച്ച് പേരയിലയും പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2-3 ദിവസം വീട്ടിടത്തിൻ്റെ കാര്യമൊക്കെ ഞാൻ എന്താണെന്ന് പറയാം. അങ്ങനെ എന്തായാലും കൈ കിട്ടിയ ഒരു 2 സാധനമായിട്ട് നമ്മൾ പോയിട്ടുണ്ട്. ഇതെന്ന് പറയുന്ന ബ്രഹ്മിയാണ് കേട്ടോ. അത് ഹെയർ കെയറിന് നല്ലതാണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാനൊന്ന് റിവ്യൂ ചെയ്തിട്ട് പറഞ്ഞു തരാം കേട്ടോ. പിന്നെ അവിടെ തന്നെ ആമ്പൽക്കുളം ഉണ്ടായിരുന്നു കേട്ടോ. 2 ആമ്പൽക്കുളം പോലെ ഉണ്ടായിരുന്നു. അതിൽ നിറയെ മുട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. ആ മൈലാഞ്ചിട്ട കരങ്ങൾ നമ്മുടെ കാത്തൂൻ്റെയാണ് കേട്ടോ. ഈ ഒരു മഞ്ഞ ചെമ്പരത്തി നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഉണ്ടായിരുന്നു. അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ളൊരു ചെമ്പരത്തിയാണ്. അപ്പോൾ അതിൻ്റെ സെയിം തൈയാണ് അവിടെയും നട്ട് അവിടെ കിളിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോയി. പിന്നെ കുറേ ചെടികളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ കുറച്ചൊക്കെ ക്യാപ്ചർ ചെയ്തതാണ് വീഡിയോയിൽ. ഇത് നമ്മുടെ വീട്ടിലെ ഞവരയില അല്ലെങ്കിൽ പനിക്കൂർക്കയെന്ന് പറയും. ഇവിടെ ഞവരയില എന്നാണ് കേട്ടോ പറയാറ്. അപ്പോൾ ഇതും നമ്മുടെ ഹെയർ ഗ്രോത്തിന് നല്ലതാണെന്ന് റീസെൻ്റ്ലി ഞാനിങ്ങനെ അറിഞ്ഞു. മാത്രമല്ല എനിക്കൊരു പനിയുടെ ഒരു ലക്ഷണമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് പാക്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ പറിച്ച പേരയിലയും അതുപോലെ ഞവരയിലയും ചെമ്പരത്തിപ്പൂവും അതിനകത്തേക്ക് ഒരു കൊച്ചുള്ളി, ഒരു മീഡിയം സൈസ്ഡ് കൊച്ചുള്ളിയാണ് കേട്ടോ, അതും കൂടി ഇട്ടിട്ട് കുറച്ച് പോലും വെള്ളം ഒഴിക്കാണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അരച്ചെടുക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടും. ആ ഒരു റോസ് കളറ് നമ്മുടെ ആ ഒരു ചെമ്പരത്തിയുടെയാണ് കേട്ടോ. ആ ഒരു 5 ഇതളുടെ നല്ല നല്ല റെഡ് കളറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ചെമ്പരത്തി. അപ്പോൾ അതിൻ്റെയാണ് ആ ഒരു നിറം എന്ന് പറയുന്നത്. സോ നമ്മൾ ഇന്ന് ഹെയറിൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ എല്ലാ ദിവസത്തെയും പോലെ തന്നെ മുടി അഴിക്കുക, 2 സൈഡിലേക്ക് പാർട്ടീഷൻ ചെയ്തിടുക. ഉടക്കും കാര്യങ്ങളും ജടയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൈ കൊണ്ട് എടുത്ത് കളയുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹെയറിനെ ജസ്റ്റ് നല്ല രീതിക്കൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യുക, ബാലായാം ചെയ്യുക. ഇതാണ് നമ്മൾ ഡെയിലി ചെയ്യുന്ന ഒരു റുട്ടീൻ ഇതാണ്. പിന്നെ സ്കാൽപ്പ് മസാജും ചെയ്ത് കൊടുക്കുക. എൻ്റെ സ്കാൽപ്പ് മസാജർ കാണുന്നില്ല കേട്ടോ. കാണുന്നില്ല എന്ന് വെച്ചാൽ എവിടെ ഇരിപ്പുണ്ട്, എൻ്റെ ചീപ്പും സ്കാൽപ്പ് മസാജർ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ ഇടാത്തതിൻ്റെയും അതുപോലെ തന്നെ എൻ്റെ ഈ സാമഗ്രികളൊക്കെ കാണാത്തതിൻ്റെയൊക്കെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ പണിക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ എൻ്റെ കല്യാണമാണ്. അതിനെ പറ്റിയൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് വീഡിയോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെയാണ്. കാര്യം പെട്ടെന്ന് ഡിസൈഡ് ചെയ്തതാണ്. അപ്പോൾ എന്താ പറയുക, വീട്ടിൽ കുറച്ച് പണിയുണ്ടായിരുന്നു, മേശരിമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവർക്ക് ഉള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഞാനാണ് വെക്കാറ്. അപ്പം അമ്മ ജോലിക്ക് പോകുന്നതാണ്. അപ്പം അച്ഛനും വയ്യ. അപ്പം ഞാനാണ് കാര്യങ്ങളൊക്കെ നോക്കാറ്. അപ്പം സാധനങ്ങളും ഒക്കെ ഇങ്ങനെ പറക്കി വെച്ചതിൻ്റെ കൂട്ടത്തിൽ എവിടെയോ ആയിപ്പോൾ എൻ്റെ ചീപ്പ് സാധനങ്ങളൊക്കെ. അതൊക്കെ ഇനി തപ്പി പിടിച്ചെടുക്കണം. പിന്നെ വീഡിയോ എടുക്കാനോ ഇടാനോ ഉള്ളൊരു സമയമൊന്നും കിട്ടാറില്ല. ഇതിൻ്റെ ഇടയിൽ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഹെയറിനെ കെയർ ചെയ്യുന്നില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ 4-ാമത്തെ 5-ാമത്തെ ദിവസം കെയറേ ചെയ്യുന്നുണ്ടായിരുന്നില്ല. 5-ാമത്തെ അല്ല, ഒരു 2-3 ദിവസം അങ്ങനെ തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും നിങ്ങൾ 4ഉം 5ഉം ദിവസങ്ങളിൽ ഈ ഒരു ഹെയറിന് ഫ്രീ ആയിട്ട് വിടുക. ഓയിൽ ചെയ്യുന്നവർക്ക് ഓയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഹോട്ട് ഓയിൽ മസാജൊക്കെ ചെയ്തിട്ട് ഹെയറിന് ഈ ബാലായാമും സ്കാൽപ്പ് മസാജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഹെയറിനെ ഒന്ന് ഹെൽത്തിയാക്കി സൂക്ഷിക്കാം. എന്നൊന്ന് നറിഷൊക്കെ ചെയ്ത് ഒരു മോയ്സ്ചറൈസർ പോലെ നമ്മുടെ ഹെയർ ഓയിലിംഗ് ഒക്കെ അപ്ലൈ ആക്കി സൂക്ഷിക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡേ, അതായത് നമ്മുടെ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഇത് 6ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്ത കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ആയിരുന്നു. എന്നിട്ട് നമ്മുടെ ഈ ഒരു പാക്ക് നമ്മൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്കാൽപ്പിലും എല്ലായിടത്തും എത്തുന്ന രീതിയിൽ, ഹെയറിൻ്റെ ടിപ്പിലും എൻഡിലും എല്ലാം എത്തുന്ന രീതിയിൽ നല്ല രീതിക്ക് തന്നെ അപ്ലൈ ആക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.